أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم القصاص في القتلى الحر بالحر والعبد بالعبد والأنثى بالأنثى فمن عفي له من أخيه شيء فاتباع بالمعروف وأداء إليه بإحسان ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم ولكم في القصاص حياة يا أولي الألباب لعلكم تتقون. വിശ്വാസികളെ, നിങ്ങൾക്കായി കൊലപാതകങ്ങളിൽ പ്രതിക്രിയാ നിയമം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വതന്ത്രനായ മനുഷ്യൻ കൊലക്കുറ്റം ചെയ്താൽ ആ സ്വതന്ത്രനോടു തന്നെ പ്രതിക്രിയ ചെയ്യേണ്ടതാകുന്നു. അടിമയാണ് കൊലയാളിയെങ്കിൽ ആ അടിമ തന്നെ കൊല്ലപ്പെടേണ്ടതാകുന്നു. സ്ത്രീയാണ് കുറ്റം ചെയ്തതെങ്കിൽ ആ സ്ത്രീയോട് തന്നെ പ്രതിക്രിയ ചെയ്യണം. എന്നാൽ ഒരു കൊലയാളിയോട് അയാളുടെ സഹോദരൻ ദയ കാണിക്കാൻ തയ്യാറായാൽ അപ്പോൾ ന്യായമായ നഷ്ടപരിഹാരത്തിന്മേൽ ഒത്തുതീരേണ്ടതാകുന്നു. കൊലയാളി നല്ല നിലയിൽ ആ നഷ്ടപരിഹാരം നൽകേണ്ടതുമാകുന്നു. നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള ഒരു ഇളവും അനുഗ്രഹവുമാണിത്. എന്നിട്ടും വല്ലവനും അതിക്രമം കാണിക്കുകയാണെങ്കിൽ അവനു നോവുന്ന ശിക്ഷയുണ്ട്. ബുദ്ധിയും ബോധവും ഉള്ളവരെ, പ്രതിക്രിയാ നിയമത്തിൽ നിങ്ങൾക്ക് ജീവിതമാണുള്ളത്. ഈ നിയമത്തിന്റെ ലംഘനം നിങ്ങൾ സൂക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ കൂടിയിരുത്തും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ തൂക്കപ്പെടുമ്പോൾ നന്മയുടെ തട്ടിൽ കനം തൂങ്ങുന്ന അമലായി അള്ളാഹു ഈ ഉദ്യമത്തെ സ്വീകരിക്കുമാറാകട്ടെ. ലഭിക്കുന്ന വിജ്ഞാനം ജീവിതത്തിൽ പകർത്തി പരലോക വിജയം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് സൂറത്തുൽ ബഖറയിലെ 178-9 ആയത്തുകളാണ് അർത്ഥ സഹിതം ഓതി കേൾപ്പിച്ചത്. കഴിഞ്ഞ 176 ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ തീർന്നിട്ടില്ല. അവസാനം കുറച്ച് ഭാഗം ബാക്കിയുണ്ട്. അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇടുന്നതാണെന്ന്. ആ ഒരു ആയത്ത് മാത്രമായിട്ടൊരു ക്ലാസ് ഇൻഷാല്ലാ അതിന്റെ കൂടെ അതും കൂടി റെക്കോർഡ് ഇടും. അപ്പോൾ വേണ്ടവർക്ക് അത് കേൾക്കാം. പിന്നെ നമുക്ക് പുതിയ ആയത്ത് തുടങ്ങാം. ഇതില് ഇസ്ലാമിൽ ഒരു നിയമമാണ് പറയുന്നത്. ആദ്യം വാക്കർത്ഥം നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു, അതായത് ഇതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം, വിശ്വാസികളെ, നിങ്ങൾക്കായി കൊലപാതകങ്ങളിൽ പ്രതിക്രിയാ നിയമം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു കൊലപാതകത്തിന്റെ കേസിൽ എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടതെന്നാണ് ആയത്തിൽ പറയുന്നത്. പ്രതിക്രിയാ നിയമം അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സ്വതന്ത്രനായ മനുഷ്യൻ കൊലക്കുറ്റം ചെയ്താൽ ആ സ്വതന്ത്രനോട് തന്നെ പ്രതിക്രിയ ചെയ്യേണ്ടതാകുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ആയത്തിറങ്ങുന്ന സമയത്ത് ആ ജാഹിലിയ കാലത്ത് അവിടെ ഒരുപാട് ഇതുപോലെ ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പല 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 രീതിയിൽ അവർക്ക് തോന്നുന്ന രീതിയിലൊക്കെയാണ് അവര് പ്രതിക്രിയാ നിയമം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനൊന്ന് കറക്റ്റ് ചെയ്തിട്ടുള്ള പറയാണ്, സ്വതന്ത്രനായ മനുഷ്യൻ കൊലക്കുറ്റം ചെയ്താൽ ആ സ്വതന്ത്രനോട് തന്നെ പ്രതിക്രിയ ചെയ്യേണ്ടതാകുന്നു. അടിമയാണ് കൊലയാളിയെങ്കിൽ ആ അടിമ തന്നെ കൊല്ലപ്പെടേണ്ടതാകുന്നു. അതായത് ഇവരുടെ അന്ന് ഗോത്ര സംവിധാനമാണല്ലോ, ട്രൈബ്സ്. അപ്പൊ ഒരു ഗോത്രത്തിലെ ഒരു സാധാരണ അടിമ കൊല്ലപ്പെട്ട് കഴിഞ്ഞാല് മറ്റേ ഗോത്രത്തിലെ എന്താ പറയാ, ഇത് ഈ ഒരു അടിമ ഇപ്പൊ സ്വന്തം ഗോത്രത്തിൽ ഒരു അടിമയാണ് കൊല്ലപ്പെട്ടാൽ ആരും ഇത് മൈൻഡ് ചെയ്യാറില്ല. എന്നാൽ സ്വന്തം ഗോത്രത്തിൽ വലിയൊരു സ്ഥാനത്തുള്ള ഒരു വ്യക്തി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അപ്പുറത്തെ ഗോത്രക്കാരനാണ് കൊന്നതെങ്കിൽ ആ ഒരു ഗോത്രത്തിലെ സാധാരണക്കാരനാണ് കൊന്നതെങ്കിലും അവിടെയുള്ള ഒരുപാട് ആളുകളെ കൊല്ലുന്ന ഒരു രീതി മനസ്സിലായില്ലേ? നമ്മുടെ ഗോത്രത്തിലെ ഒരു വലിയൊരു ലീഡറാണ് കൊല്ലപ്പെട്ടെങ്കിൽ അപ്പുറത്തുള്ള ഗോത്രത്തിലെ 100,000
ആളുകളെ കൊല്ലും എന്നുള്ള രീതിയിലാണ് ഇവരുടെ പ്രതിക്രിയ നിയമമൊക്കെ തോന്നുന്ന പോലെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ അള്ള കറക്റ്റ് ചെയ്യാണ്, അടിമയാണ്, അതായത് ഒരു അടിമയാണ് കൊലയാളിയെങ്കിൽ ആ അടിമ തന്നെ കൊല്ലപ്പെടേണ്ടതാകും. സ്ത്രീയാണ് കുറ്റം ചെയ്തെങ്കിൽ ആ സ്ത്രീയോട് തന്നെ പ്രതിക്രിയ ചെയ്യേണ്ടതായിരുന്നു. അതായത് അവരുടെ ഒരു ആചാരം എന്തായിരുന്നു, ഈ ഗോത്രത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടാൽ അവർക്ക് പകരം അവിടെ ഒരു സ്ത്രീ, ആ ഒരു കൊന്ന സ്ത്രീയാണ് കൊന്നെങ്കിൽ അവളെ കൊന്ന സമാധാനം കിട്ടില്ല, പകരം അവിടെ പുരുഷനെ കൊല്ലണം. കാരണം പുരുഷന്മാർ ആ സമൂഹത്തിലെ യുദ്ധത്തിനും കാര്യത്തിനൊക്കെ എല്ലാത്തിനുള്ള ഒരു ഇതായിട്ട് ഐക്കണായിട്ടുള്ളത് കൊണ്ട് അത്തരത്തിൽ അവർക്ക് തിരിച്ച് അത്തരത്തിലൊരു പ്രതികാരം ചെയ്താലേ പുരുഷന്മാരെ പകരം കൊന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ. അപ്പൊ അതുപോലെയുള്ള രീതികളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള പറയണം, ഒരു സ്ത്രീയാണ് കുറ്റം ചെയ്തതെങ്കിൽ ആ സ്ത്രീയോട് തന്നെ പ്രതിക്രിയ ചെയ്യണം. എന്നാൽ ഒരു കൊലയാളിയോട് അയാളുടെ സഹോദരൻ ദയ കാണിക്കാൻ തയ്യാറായാൽ, അതായത് ഇനിയിപ്പോ അള്ളാഹ് ഒരു നിയമം പറയാണ്, ശരിക്കും കൊന്ന ആളെ തന്നെ പ്രതിനെ തന്നെ കൊല്ലണം. ഇനിയിപ്പോ എങ്ങാനും കൊല്ലപ്പെട്ട ആളുടെ കുടുംബം ഈ കൊന്ന ആളോട്, പ്രതിയോട് എന്തെങ്കിലും കാരുണ്യവും സ്നേഹവും ദയവും തോന്നിയിട്ട് അവർക്ക് തിരിച്ച് അയാൾ കൊല്ലപ്പെടേണ്ടതില്ല, മറിച്ചെങ്കിലും ഒരു പൈസ തന്നാ മതി, നഷ്ടപരിഹാരം തന്നാ മതി എന്ന് അവര് ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ആ കുടുംബം അത് അങ്ങനെ സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല. അതായത് അപ്പോൾ ന്യായമായ നഷ്ടപരിഹാരത്തിന് മേൽ അത് ഒത്തുതീരേണ്ടതാകുന്നു. കൊലയാളി നല്ല നിലയിൽ ആ നഷ്ടപരിഹാരം നൽകേണ്ടതാണ്. അതായത് നിങ്ങളുടെ റബ്ബിങ്ങിൽ നിന്നുള്ള ഒരു ഇളവും അനുഗ്രഹവുമാണിത്. എന്നിട്ടും വല്ലവനും അതിക്രമം കാണിക്കുകയാണെങ്കിൽ അവന് നോവുന്ന ശിക്ഷയുണ്ട്. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷനിൽ പറയാ എന്താണ് അത്. ഇനി ആ വാക്കർത്ഥം നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനു. വളരെ സിമ്പിൾ ആയിട്ട്, ഇനി ഇപ്പൊ ഒരുപാട് കാലമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ പറഞ്ഞത് പഠിക്കാൻ അർത്ഥം കേട്ടോ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ. കുത്തിബ അലൈക്കും, അലൈക്കും എന്നുള്ള വാക്കിന്റെ അർത്ഥം അല, ഓൺ, കും നിങ്ങളുടെ. നിങ്ങളുടെ മേൽ എന്താണ് കുത്തിബ, കുത്തിബ എന്ന് പറഞ്ഞാൽ കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി എന്നല്ലേ. കുത്തിബ അലൈക്കും സിയാമു എന്നൊക്കെ, നോമ്പൊക്കെ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനൊക്കെ നമ്മളിങ്ങനെ കുത്തിബ എന്നാ പറയാ, കുത്തിബ. അപ്പൊ കുത്തിബ എന്ന് പറഞ്ഞാൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു, എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കുത്തിബ എന്നുള്ള എന്നുള്ള കു എന്നുള്ളതാക്കി ആക്കുമ്പോൾ കത്തല, കുത്തില, അത് പാസീവാണ് കേട്ടോ. അപ്പൊ കുത്തിബ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടിരിക്കുന്നു, നിയമമാക്കപ്പെട്ടിരിക്കുന്നു, അലൈക്കും നിങ്ങളുടെ മേൽ എന്ത്, അൽ ഖിസാസ്. ഖിസാസ് എന്ന് പറഞ്ഞാൽ പ്രതിക്രിയാ നിയമം, പ്രതിക്രിയ ചെയ്യാന്ന് പറഞ്ഞാൽ അതായത് ഒരു ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതിനാ പറയാ ഖിസാസ്. ഏതില്, ഫിൽ ഖത്ല, ഫി ഇൽ ഖത്ല എന്ന് പറഞ്ഞ കൊല്ലപ്പെട്ടവർ, ഖത്ല അല്ലെ, ഖിതാല് ഖത്ല കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രതിക്രിയാ നിയമം അള്ളാഹു നിയമമാക്കിയിരിക്കുകയാണ്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാല്, അൽ ഹുറു ബിൽ ഹുർരി, ഹുറു എന്ന് പറഞ്ഞാല് സ്വതന്ത്രൻ, അൽ ഹുറു സ്വതന്ത്രൻ, ഒരു സ്വതന്ത്രൻ, ബിൽ ഹുർരി മറ്റേ സ്വതന്ത്രൻ, സ്വതന്ത്രന് പകരം സ്വതന്ത്രൻ, സ്വതന്ത്രനെങ്കിൽ സ്വതന്ത്രൻ, വൽ അബ്ദു ബിൽ അബ്ദി, ഒരടിമക്ക് പകരം ഒരടിമ. മനസ്സിലായില്ല? ഇത് നേർക്ക് നേരെ അങ്ങനെ അർത്ഥം എടുക്കരുത്. ഇപ്പൊ അതായത് ഈ ഒരു ഗോത്രത്തിൽ അടിമ കൊല്ലപ്പെട്ടതാണെങ്കിൽ കൊന്ന ആളെ അല്ലാതെ അപ്പുറത്തെ ഗോത്രത്തിൽ അടിമനെ പോയി കൊല്ലണം എന്നുള്ള ഇതിനെ വ്യാഖ്യാനിക്കരുത്. മറിച്ച് ഇവരുടെ ആ ഒരു ജാഹിലിയ കാലത്തെ രീതിയിൽ ഇവർ ചെയ്തിരുന്ന ഒരു ചെയ്തി എന്തായിരുന്നു, വലിയ പ്രമാണി കൊല്ലപ്പെട്ടാൽ അപ്പുറത്തുള്ള കുറെ ആളുകളെ കൊല്ലുക. ഇവിടെ ഒരു അടിമയാണ് കൊല്ലപ്പെട്ടെങ്കിൽ ആരും മൈൻഡ് ചെയ്യില്ല, ഒരു പ്രതിക്രിയ നിയമമേ സ്വീകരിക്കില്ല, ഒരു അടിമയല്ലേ സാരില്ല എന്നുള്ള രീതിയിലൊക്കെ അവര് നിലപാട് സ്വീകരിച്ചിരുന്നു. അപ്പൊ അതിനെതിരെ പറയാണ്, ഒരു അടിമക്ക് പകരം നിങ്ങൾ ഒരു അടിമ, ഒരു സ്ത്രീ എങ്കിൽ അത് സ്ത്രീ തന്നെ, അല്ല സ്ത്രീയെങ്കിൽ പോയിട്ട് പുരുഷനെ കൊല്ലരുത്. ഇങ്ങനെ സ്ത്രീയാണ് കൊല്ലപ്പെട്ടതെങ്കിൽ, ആ കൊന്നത് സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയെ തന്നെ വേണം കൊല്ലേണ്ടത്. അങ്ങനെയാണ് പ്രതിക്രിയാ നിയമം നിങ്ങൾ സ്വീകരിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പൊ വൽ അബ്ദു, ഇവിടെ 3 കാര്യം പറഞ്ഞത്, അൽ ഹുറു ബിൽ ഹുർ, അതായത് സ്വതന്ത്രന് പകരം ഒരു സ്വതന്ത്രൻ. വൽ അബ്ദ്, അബ്ദ് എന്താണ്, അടിമ അല്ലെ. അബ്ദ്, ഇബാദുർ റഹ്മാൻ എന്നൊക്കെ പറയാം. അബ്ദ് അടിമ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന, അടിമത്തം. അബ്ദ് അടിമ, ബിൽ അബ്ദി മറ്റേ അടിമക്ക് പകരം. വൽ ഉൻസ എന്ന് പറഞ്ഞാൽ ഉൻസയും ദക്കറും എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീക്കും പറയുന്നത്. ഉൻസ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ. അപ്പൊ ഒരു സ്ത്രീക്ക് പകരം ബിൽ ഉൻസ, വിത്ത് ഒരു അനദർ സ്ത്രീ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഇത് സ്വീകരിക്കേണ്ട നിലപാടാണ് പറഞ്ഞത്. ഇനി എന്നിട്ട് അള്ളാഹ് പറയാണ്, ഫമൻ ഉഫിയ ലഹു, അപ്പോൾ മൻ ആര്, മന്നും മിന്നും വ്യത്യാസമുണ്ട്. മൻ എന്ന് പറഞ്ഞാൽ ആരുന്ന്, മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം എന്നാണ്, മീന്ന് വ്യത്യാസമുള്ളൂ. പക്ഷെ മൻ ആര്, ഉഫിയ എന്ന് പറഞ്ഞാല് ഇളവ് ചെയ്യപ്പെട്ടു, അതായത് മാപ്പ് ചെയ്യപ്പെട്ടു അല്ലെ. ആഫ എന്നുള്ളതിന്റെ ഉഫിയ എന്നുള്ളത് ഇളവ് ചെയ്യപ്പെട്ടു, പാസീവാണ് അത് ടെൻസ്. എന്ന് കണ്ടില്ലേ,
അപ്പൊ അത് കുത്തിബ എന്നുള്ള പോലത്തെ ഫോമാണ്. ഉഫിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മാപ്പ് ചെയ്യപ്പെട്ടു, ലഹു അവന്, അതായത് കൊല്ലപ്പെട്ട പ്രതിക്ക് ഈ കൊല്ലപ്പെട്ടവന്റെ കുടുംബം മാപ്പ് ചെയ്യപ്പെട്ടാൽ എന്നർത്ഥം. അപ്പൊ മൻ ഉഫിയ ലഹു, ആരെങ്കിലും ഒരാൾ മാപ്പ് ചെയ്യപ്പെട്ടാൽ, മിൻ അഹീഹി അവന്റെ അഹിൽ നിന്ന്, മിൻ ഫ്രം അഹ് എന്ന് പറഞ്ഞാല് സഹോദരൻ, പിന്നെ അഹീഹി അവന്റെ സഹോദരനിൽ നിന്ന്, ഷെയ്ഉം വല്ലതും, വല്ലതും മാപ്പായിട്ട് അവന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അവൻ എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഇത്തിബാ എന്ന് പറഞ്ഞാൽ എന്താ? ഇത്തിബാ റസൂൽ എന്ന് പറഞ്ഞ, റസൂലിനെ പിൻപറ്റുന്നതിന് ഇത്തിബാ റസൂൽ എന്ന് പറയാം. അപ്പൊ ഇത്തിബാ എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുക, നിങ്ങൾ അത് സ്വീകരിക്കുക. അപ്പൊ അയാൾ എന്തെങ്കിലും ചെയ്തു തന്നാൽ നിങ്ങൾ വേഗം എടുത്തോളൂ, സ്വീകരിക്കോളൂ. ബിൽ മഅറൂഫ് മാന്യമായി. അപ്പൊ ഈ മാന്യമായി ഇവിടെ മാറൂഫ് എന്ന് പറഞ്ഞാൽ മാന്യം അല്ലെ, മാറൂഫ് മുങ്കർ എന്നൊക്കെ പറയില്ലേ, അന്യായം ന്യായം ഒക്കെ ഉള്ളതിന്. അപ്പൊ ആ ന്യായമായ രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും അതൊരു തരികയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പറയണത് ആ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഒരു ജീവന് പകരമായിട്ടുള്ള തുകയാണ് ഇവിടെ മാറൂഫ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് ഓരോ ഓരോ കാലത്തും ഇപ്പൊ ഒരാൾ കൊന്നതിന് പകരം മില്യൺസ് പൈസ നഷ്ടപരിഹാരമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഈ കാലഘട്ടത്തിൽ ഒരാൾക്കും അടക്കാൻ പറ്റാത്ത അത്ര വലിയ എമൗണ്ട് ആ ഒരു മാന്യമായ രീതിയിലല്ല ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പോ അത് പ്രയാസമാവും. അപ്പൊ ഫത്തിബാവുമ്പിൽ മാറുമ്പോ മാന്യമായ രീതിയിൽ അതിനെ സ്വീകരിക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അദാ എന്ന് പറഞ്ഞാൽ കൊടുത്തു വിട്ടുക. അദാ കൊടുത്തു വിട്ട, ഇലൈഹി ഇലാ പ്ലസ് ഹി, ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്, ഹി അവനിലേക്ക്, വിത്ത് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നല്ല നിലയിൽ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല നിലയിൽ നിങ്ങൾ അത് കൊടുത്തു വിട്ടുക. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, ഈ അറബികള് അവരുടെ കാലത്ത് ഇതുപോലെ നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഒരു 100 ഒട്ടകം പറഞ്ഞു എന്ന് വിചാരിക്കുക, ഒരാളെ കൊന്നതിന് പറഞ്ഞ് ഞങ്ങൾക്ക് 100 ഒട്ടകം തന്നാൽ മതി, ഞങ്ങൾ തിരിച്ചാരെയും കൊല്ലുന്നില്ല എന്ന് പറഞ്ഞു ഇവര് ഒട്ടകത്തില് ഏറ്റവും മോശമായ രോഗം ഉള്ളതും കാലൊടിഞ്ഞതും ഒന്നിനും പറ്റാത്തതുമായ പ്രായം കൊണ്ടൊക്കെ വലുതായി കഴിഞ്ഞ ഒട്ടകങ്ങളെ തിരിച്ച് 100 എണ്ണി കൊടുത്തിട്ട് അത് കൊടുത്തു എന്ന് പറയും. അപ്പൊ ഇവിടെ പറയുന്നത് അദാഉം ഇലൈഹി ബി ഇഹ്സാൻ, നല്ല രീതിയിൽ, നല്ല ഒട്ടകങ്ങളെ തന്നെ നല്ല രീതിയിൽ അത് കൊടുക്കണം. എങ്ങനെങ്കിലും ഒരു ചീത്ത സാധനം കൊടുത്തിട്ട് അതിനെ തീർക്കുന്ന രീതിയിലാവരുത് എന്ന് പറയാണ്. ഇപ്പൊ വാദാഉം ഇലൈഹി ബി ഇഹ്സാൻ, നല്ല നിലയിൽ അതിനെ കൊടുത്തു വിട്ടുക. ദാലിക അത്. അപ്പൊ ഈ ഒരു അളവുണ്ടല്ലോ, നമുക്ക് നമ്മളെ ആളെ കൊല്ലാതെ ഒരു പൈസ കൊണ്ട് അതിനെ തീർക്കാൻ പറ്റുക എന്നുള്ള ഒരു ഇളവ്, ദാലിക അത് തഖ്ഫീഫാണ്. തഖ്ഫീഫ് എന്ന് പറഞ്ഞാൽ ഇളവ്, അതായത് കുറക്കലാണ്. തഖ്ഫീഫ് ഒരു ഇളവാണ്. മിർ റബ്ബിക്കും, മിൻ ഫ്രം റബ്ബ് നാഥൻ, റബ്ബിക്കും നിങ്ങളുടെ നാഥെങ്കിൽ നിന്നുള്ള വറഹ്മ ആൻഡ് റഹ്മത്തുമാണ്, കാരുണ്യവുമാണ് ഈ ഒരു ഇളവ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ മൻ ആരെങ്കിലും ലംഘിക്കുക. എന്നുള്ളത് വൊക്കാബുലറി, ഖുറാന് പഠിക്കാൻ ഏറ്റവും നമുക്ക് ആവശ്യമുള്ള, ഒരു ലാംഗ്വേജ് പഠിക്കാൻ ഏറ്റവും ആവശ്യമുള്ളത് വൊക്കാബുലറി ഉണ്ടാവുക എന്നുള്ളത്. ഒരു 75% വാക്കുകൾ നമുക്ക് അർത്ഥം അറിഞ്ഞാലേ ഒരു ആയത്തിന്റെ അർത്ഥം നമുക്ക് എന്ത് ലാംഗ്വേജ് ആയാലും നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ള പറയുന്ന കാര്യം. അപ്പൊ ഈ വാക്കുകളുടെ അർത്ഥം പഠിക്കുക എന്നുള്ളത് ഖുറാൻ പഠിക്കുന്നതിൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എഴുത്തത എന്ന് പറഞ്ഞാൽ ലംഘിക്കുക എന്നാണ് അർത്ഥം, എഴുത്തത. അപ്പൊ അപ്പോൾ മൻ ആരെങ്കിലും, ഇവിടെ മനി എന്ന് പറയാൻ അത് ഇൽത്തിഖാവ് സാക്കിന എന്നുള്ള നിയമമാണ്. മൻ എഴുത്തത എന്ന് ഓതാൻ കഴിയില്ല, ഫമൻ എഴുത്തത എന്നുള്ള. അപ്പൊ ഫമനി എന്നാക്കുന്നത് ഫസ്റ്റ് വൺ മുത്തഹരിക ഹർക്കത്തിട്ട് കൊടുക്കുന്നതാണ് ഓതാനുള്ള ഫ്ലുവൻസിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഫമനി എഴുത്തത അപ്പോൾ ആരെങ്കിലും അതിക്രമം ചെയ്തു കഴിഞ്ഞാൽ, അത് ലംഘിച്ചാൽ, ബാദ ശേഷം, ദാലിക്ക അത്, അപ്പൊ അതിനുശേഷം ആരെങ്കിലും അത് ലംഘിച്ചാൽ, അപ്പോൾ ലഹു അവനുണ്ട് അദാബ് ശിക്ഷ അലീം വേദനാജനകമായ. അപ്പോ ഇതാ പറഞ്ഞത്, ഈ ആയത്തിൽ പറഞ്ഞത് വിശ്വാസികളെ നിങ്ങൾക്ക് കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ പ്രതിക്രിയ നിയമമാക്കിയിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ, സ്വതന്ത്രന് പകരം സ്വതന്ത്രൻ തന്നെ, ആബിദിന് പകരം ആബിദ്, അടിമക്ക് പകരം ഉൻസക്ക് പകരം ഉൻസ. ഇനി ആരെങ്കിലും ഇതിങ്ങനെ പ്രതിക്രിയ ചെയ്യാതെ നഷ്ടപരിഹാരം ഫമനൂഫിയ ലഹുമിൻ അഖൈസന്റെ സഹോദരിൽ നിന്ന് ആരെങ്കിലും മാപ്പ് ചെയ്യപ്പെട്ടാൽ, അപ്പൊ എന്തെങ്കിലും ഷെയ്യും വല്ലതും കൊണ്ട് ഫത്തിബാഉം ബിൽ മാറൂഫ് മാന്യമായ രീതി അത് സ്വീകരിക്കുക. ഇലൈഹി ബി ഇഹ്സാൻ, അപ്പോ ആ ഇഹ്സാനോടുകൂടി അവനിലേക്ക് ആ ഒരു സംഖ്യ കൊടുത്തു വിട്ടണം. ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും വറഹ്മ, ഇത് അള്ളാഹിന്റെ അടുത്ത് നിന്ന്, നിങ്ങളെ നാഥെങ്കിൽ അടുത്തുള്ള എന്താണ്, ഒരു ഇളവുമാണ്, കാരുണ്യവുമാണ്. ഇനി ആരെങ്കിലും ഇത്രയൊക്കെ ചെയ്തു തന്നിട്ടും ആരെങ്കിലും അത് ലംഘിച്ചു കഴിഞ്ഞാൽ,
അതെന്താണ് ലംഘനം എന്ന് ഞാൻ പറഞ്ഞത് തഫ്സീർ. ലംഘിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം ഫലഹു അവൻക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. അതായത് പിന്നെ ഖിസാസ് എന്ന് പറയുന്നത് വധത്തിനുള്ള പ്രതിക്രിയ. അതായത് ഒരുവൻ അപരനോട് ചെയ്തത് അവനോട് ചെയ്യുക. എന്നാൽ ഘാതകൻ ഏതു വിധത്തിൽ മറ്റൊരുവനെ കൊന്നുവോ അതേ വിധം ഘാതകനെ കൊല്ലണമെന്ന് അതിനർത്ഥമില്ല. പ്രത്യുത ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് പകരം ഘാതകന്റെ ജീവൻ നഷ്ടപ്പെടുത്തണമെന്നേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാല് ഒരാളിപ്പോ അൽ ഹുറു ബിൽ ഹുറ്, ഒരാളിപ്പോ കത്തി കൊണ്ട് കുത്തിയിട്ട് ഒരാളെ കൊന്നു എന്ന് വിചാരിക്കുക. കത്തി കൊണ്ട് കുത്തിയിട്ട് കൊന്നാൽ തിരിച്ചും അയാളെ കത്തി കൊണ്ട് കൊല്ലണം എന്നല്ല ഇവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരാള് ഒരു പിന്നെ വണ്ടി ഇടിച്ച് കൊന്നു കഴിഞ്ഞാൽ മറ്റേ ആളെ കൊന്നവൻ എന്താണ് ഡ്രൈവറെ വീണ്ടും വേറെ വണ്ടി എടുത്ത് കൊല്ലുക എന്നുള്ള രീതിയിലുള്ള പകരം ചെയ്യലല്ല ഇവിടെ പറയുന്നത്. മറിച്ച് ഒരാളുടെ ജീവനാണ് പറയുന്നത്. ഒരാളുടെ ജീവൻ പോയി, അതെങ്ങനെ എന്നുള്ളതല്ല, ജീവൻ എന്നുള്ളത് ആ മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, അയാൾ മരിച്ചുപോയി. അപ്പൊ മറ്റൊരു ജീവനെ ഹനിക്കാന്ന് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന പകരത്തിന് പകരം എന്ന് പറയുന്നത്. അപ്പൊ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയതിന് പകരം ഘാതകന്റെ ജീവനും നഷ്ടപ്പെടുത്തണമെന്നേ അതൊന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ നിയമം വരുന്ന സമയത്ത് ജാഹിലിയ കാലത്തിൽ ഉണ്ടായിരുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഒരു സമുദായത്തിലെയോ ഗോത്രത്തിലെയോ ആളുകൾ തങ്ങളിൽ നിന്ന് വധിക്കപ്പെട്ട ആളുടെ ജീവന് എത്ര വിലമതിച്ചിരുന്നുവോ അതേ വിലക്കുള്ള ജീവൻ ഘാതകന്റെ സമുദായത്തിൽ നിന്നോ ഗോത്രത്തിൽ നിന്നോ ഹനിക്കുക എന്ന സമ്പ്രദായമാണ് അനിസ്ലാമിക കാലത്ത് ഉണ്ടായിരുന്നത്. അതായത് ഒരു 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 പിന്നെ സമുദായത്തിൽ ഒരു ഗോത്രത്തിലെ ഒരാള്, അയാളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ലീഡർ വധിക്കപ്പെട്ടതിന് പകരം പകരം ഘാതകനെ മാത്രം കൊല്ലുന്നത് കൊണ്ട് അവരുടെ രോഷം അടങ്ങിയിരുന്നില്ല. അതായത് മനസ്സിലായില്ലേ? ഒരു ഗോത്രത്തിലെ വലിയൊരു ലീഡറിന് കൊന്നത് അപ്പുറത്തെ ഗോത്രത്തിലെ സാധാരണ ഒരു അടിമയോ മനുഷ്യനോ ആണെങ്കിൽ ഇവർക്ക് അവരിലുള്ള കൊന്ന ആളെ കൊന്നു കഴിഞ്ഞാൽ ഇവർക്ക് സമാധാന രോഷം, അയാളുടെ റിവെഞ്ച് തീരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഈ കൊല്ലപ്പെട്ട ഒരാൾക്ക് പകരം 10ഓ 100ഓ ആളുകളെ പ്രതികാരം ചെയ്യാൻ അവർ മുതിർന്നിരുന്നു. തങ്ങളുടെ കക്ഷിയിലെ ഒരു ഉന്നത വ്യക്തി മറുവിഭാഗത്തിൽ ഒരു സാധാരണക്കാരന്റെ കൈയാൽ വധിക്കപ്പെടുന്ന പക്ഷം ഘാതകനെ വധിക്കുന്നത് കൊണ്ട് അവർ തൃപ്തി അടഞ്ഞിരുന്നില്ല. പ്രത്യുത വധിക്കപ്പെട്ടവന് പകരമായി ഘാതകന്റെ ഗോത്രത്തിൽ അതേപോലുള്ള ഒരു ഉന്നത വ്യക്തി വധിക്കപ്പെടണമെന്നോ കുറെ വ്യക്തികൾ വധിക്കപ്പെടണമെന്നോ ആയിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. അതായത് ഇപ്പൊ ഇന്ന ഗോത്രത്തിലെ ലീഡറാണ് കൊല്ലപ്പെട്ടതെങ്കിൽ മറ്റത്തെ ഗോത്രത്തിലെ കൊന്നവനെ അല്ല കൊല്ലേണ്ടത്, മറിച്ച് അപ്പുറത്തിലെ ഒരു ലീഡറെ കൊല്ലണം എന്നുള്ള തരത്തിലായിരുന്നു അവരുടെ പ്രതിക്രിയ അന്നുണ്ടായിരുന്നത്. ഇനി വധിക്കപ്പെട്ടവൻ അവരുടെ ദൃഷ്ടിയിൽ നിസ്സാരനും ഘാതകൻ വലിയ സ്ഥാനങ്ങളും ഉള്ളവനുമാണെങ്കിൽ വധിക്കപ്പെട്ടതിന് പകരം ആ ഘാതകനെ കൊല്ലുന്നത് അവർക്ക് അസഹ്യമായിരുന്നു. അതായത് വധിക്കപ്പെട്ടവൻ ഒരു സാധാരണ ആള്, ഇപ്പൊ ഒരു ലീഡർ അപ്പുറത്തുള്ള ഒരാളെ പിന്നെ ഒരു സാധാരണ ഒരു അടിമ, ആർക്കും വലിയ വിലയൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനെയാണ് കൊന്നതെങ്കിൽ ഇവരെന്ത് ചെയ്യും? അവർക്ക് വലിയ വിലയൊന്നും ഉണ്ടാവില്ല, പ്രതികാരം അത് സാരല്ല. ഒരു മനുഷ്യന്റെ ജീവന് ഒട്ടും വില കൽപ്പിക്കാത്ത ഒരു അവസ്ഥ അത് അങ്ങനെയും നിലവിലുണ്ടായിരുന്നു. അപ്പൊ ഇത് പഴയ ജാഹിലിയ കാലത്ത് മാത്രം നടപ്പിലുണ്ടായിരുന്ന അവസ്ഥയല്ലേ. ഈ കാലത്ത് പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് അത് ഉണ്ടായിരുന്നപ്പോ അന്ന് ഖുർആൻ ഇറങ്ങി ഇത് കറക്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ മനസ്സിലാക്കി ഇന്നും ഇക്കാലത്ത് പോലും ഏറ്റവും പരിഷ്കൃതമെന്ന് ഗണിക്കപ്പെടുന്ന ചില രാഷ്ട്രങ്ങളുടെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളിൽ പോലും ചിലപ്പോൾ ഇത് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങളിൽ ഒരു വ്യക്തി വധിക്കപ്പെടുന്ന പക്ഷം ഘാതകന്റെ സമുദായത്തിലെ 50 വ്യക്തികളെ ഞങ്ങൾ കൊല്ലുമെന്ന്. ഒരു വ്യക്തിയെ കൊന്നതിന് ഘാതകന്റെ സമുദായത്തിലെ ഇത്ര തടവുകാരെ വെടിവെച്ച് കൊന്നു എന്ന് പലപ്പോഴും കേൾക്കാം, അല്ലെ? നമ്മൾ സാധാരണയായി കേൾക്കുന്നതാണ്. ഞങ്ങളൊരു ലീഡറുകൾ കൊന്നതുകൊണ്ട് ഞങ്ങൾ 100 പേരെ കൊന്നു എന്നുള്ള തരത്തിൽ. അങ്ങനെ ഒരു പരിഷ്കൃത ജനത ഈ 20ആം നൂറ്റാണ്ടിൽ തങ്ങളുടെ ഒരു വ്യക്തിയെ വധിച്ചതിന് പകരം ഈജിപ്ഷ്യൻ ജനതയോട് ആകമാന പ്രതികാരം ചെയ്യുകയുണ്ടായി. മറുവശത്ത് ഘാതകൻ ഭരണകർത്താക്കളുടെയും വധിക്കപ്പെട്ടവൻ ഭരണീയരുടെയും സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ വധശിക്ഷ വിധിക്കാതെ ഒഴിഞ്ഞു മാറുക എന്ന നയം ഇന്നത്തെ നാമമാത്ര പരിഷ്കൃത രാഷ്ട്രങ്ങളിലെ കോടതികൾ പോലും അനുവർത്തിച്ചു വരാം. അതായത് ഈ കൊന്ന ആള് ഒരു മന്ത്രിസ്ഥാനത്തുള്ളതോ അല്ലെങ്കിൽ മന്ത്രിയുടെ ഒരു ഇതിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള ആളാണെങ്കിൽ കൊല്ലപ്പെട്ട വ്യക്തി സാധാരണ ഒരു നാട്ടിലെ പൗരനാണെങ്കിൽ ആരും അതിന് തിരിഞ്ഞു നോക്കാറ് പോലുമില്ല. ഇപ്പൊ ഒരു പ്രതിക്രിയയോ ഒരു ശിക്ഷയോ ഒന്നും കൊണ്ടുവരാറില്ല. ഇപ്പത്തെ നാട്ടിലെ കോടതിയിൽ, നമ്മളെ നാട്ടിലൊക്കെ തന്നെ കോടതികൾ പോലും ഇങ്ങനെയാണ് ചെയ്യുന്നില്ലേ. ഈ തകരാറുകളുടെ പഴുത് അടച്ചുകളയാനുള്ള വിധിയാണ് ഈ വാക്യത്തിൽ അള്ളാഹു നൽകിയിരിക്കുന്നത്. അവൻ അരുൾ ചെയ്യുന്നു, അതായത് അവിടെ പറഞ്ഞെന്ന് വെച്ചാല് കൊന്നവൻ ആര്, കൊല്ലപ്പെട്ടവൻ ആര് എന്ന് പരിഗണിക്കാതെ കൊല്ലപ്പെട്ടവന് പകരം കൊന്നവനെ മാത്രം വധിക്കുക. മനസ്സിലായില്ലേ? ആര്, അവരുടെ സ്ഥാനം, ഇതൊന്നും നോക്കാതെ മറിച്ച്
കൊന്നവനെ പ്രതി, ആ പ്രതിയില്ല, അവനെ മാത്രം വധിക്കുക, പകരം ഇങ്ങനെ എണ്ണ എടുത്തിട്ട് അങ്ങനെയല്ല എന്നുള്ളതാണ്. ഇവിടെ രണ്ടാമത് പറഞ്ഞത്, നിങ്ങളുടെ സഹോദരൻ നിങ്ങൾക്ക്, അതായത് കൊല്ലപ്പെട്ട ആളുടെ സഹോദരൻ, ആളുകൾ ഉണ്ടാവില്ല, റിലേറ്റീവ്സ് നിങ്ങൾക്ക് മാപ്പ് ചെയ്യപ്പെടുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ ഒരു സഹോദരൻ എന്ന ഒരു വാക്കല്ല ഉപയോഗിച്ച്, ശരിക്ക് ബ്രദേഴ്സ് അല്ല അവര്, സമൂഹത്തിൽ ഏതെങ്കിലും ഒരു കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തെയാണ് സഹോദരൻ എന്ന് വിളിച്ചിട്ട് പരിചയപ്പെടുത്തുന്നത് ഈ ഖുറാനിലെ ഈ ആയത്തില്. നിങ്ങളുടെ സഹോദരൻ നിങ്ങൾക്ക് മാപ്പ് ചെയ്യപ്പെട്ട, അപ്പൊ ഈ സഹോദരൻ എന്ന വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, വിട്ടുവീഴ്ച ചെയ്യുന്നതിനുള്ള പരോക്ഷമായ ഒരു ശുപാർശ ഇതിൽക്കുള്ളൂ. അപ്പോ അതായത് അത്രയും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് നിങ്ങളുടെ സഹോദരൻ എന്ന് പറയുമ്പോൾ, നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളല്ലേ. അപ്പൊ നിങ്ങള് പിന്നെ ഒരു ഒരു സഹോദരനെ നിങ്ങൾ പുറത്തു കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രയോഗമാണ് ഇവിടെ അഹീഹി, നിങ്ങളുടെ സഹോദരനോട്. അതായത് നിങ്ങൾ ആ ഒരു ഘാതകനോട്, നിങ്ങൾ പിതാവിനെ കൊന്നവനോടെന്ന പോലെ അമർഷവും വെറുപ്പും ഉണ്ടായിരുന്നാലും മനുഷ്യരെന്ന നിലക്ക് നിങ്ങൾ സഹോദരങ്ങളാണ്, ഇത്തരത്തിൽ അവരെ കാണണം. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ദയ കാണിച്ചുകൊണ്ട് അവനക്ക് പുറത്തു കൊടുക്കാനുള്ള ഒരു മനസ്സ് വേണം എന്നുള്ളതിലാണ് ഇവിടെ അഹ് എന്ന വാക്കല്ല ഉപയോഗിച്ചത്. അതിനാൽ അപരാധിയായ സഹോദരന്റെ നേർക്കുള്ള പ്രതികാരം അടക്കി വെക്കുകയാണ് മനുഷ്യത്വത്തിന് കൂടുതൽ അനുയോജ്യം. ഈ വാക്യത്തിൽ നിന്ന് മറ്റൊരു സംഗതി മനസ്സിലാക്കുക, അതായത് ഇസ്ലാമിക ക്രിമിനൽ നിയമങ്ങളിൽ കൊലപാതക കേസ് പോലും ഒത്തുതീരാവുന്നതാണ്. മനസ്സിലായില്ലേ? അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല്, നമ്മളിപ്പോ ഇസ്ലാമില് കാരുണ്യത്തിന് എത്ര വില, ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ കൊലപാതക നിയമത്തിൽ പോലും അതുണ്ട് എന്നും കൂടി നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. അല്ലാതെ കട്ടവന്റെ കൈ മുറിച്ചു, ഇതെല്ലാം മുറിച്ചു, ഇവനെ കൊന്നു, അവര് കൊന്നു, ഇങ്ങനെ ഒരു എന്താ പറയാ, വെട്ടിന് അങ്ങനെ പറയൂലേ, എന്താ പറയാ, ഒറ്റതിന് ഒരു ഇത്, അങ്ങനെയുള്ള രീതിയിലല്ല ഇസ്ലാം. എല്ലാത്തിലും ഒരു സോഫ്റ്റ് മൈൻഡ്, അവിടെ ഒത്തു തീർക്കാൻ ശ്രമിക്കാം. നിങ്ങൾ സ്വന്തം മനുഷ്യരെ പോലെ കണ്ടിട്ട് അവിടെ ഒരു ഒത്തുതീർപ്പിലെത്തിയിട്ട് ഇത്ര പൈസ തന്നാ മതി എന്ന് പറയുമ്പോ, അപ്പൊ അതങ്ങനെ. ഘാതകന് മാപ്പ് നൽകാൻ വധിക്കപ്പെട്ടവന്റെ പിൻഗാമികൾക്ക് അവകാശമുണ്ട്. അതായത് വധിക്കപ്പെട്ടവന്റെ ആളുകൾക്ക് ഘാതകന് പുറത്തു കൊടുക്കാം. അവർ മാപ്പ് ചെയ്താൽ ഘാതകനെ വധിക്കണമെന്ന് ശഠിക്കാൻ കോടതിക്ക് അനുവാദമില്ല. അതായത് മനസ്സിലായില്ലേ? ഇപ്പോ കൊല്ലപ്പെട്ട ആളുടെ കുടുംബം പറയാണ്, ഞങ്ങൾ റെഡിയാണ് കൊന്ന ആൾക്ക് പുറത്തു കൊടുക്കാൻ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, അയാളെ കൊല്ലണ്ട എന്ന് ഈ കുടുംബക്കാര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോടതി പറയണ, അത് പറ്റില്ല, എന്തായാലും കൊല്ലണം, നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരം ഇങ്ങനെ കൊല്ലപ്പെടേണ്ടവൻ കൊല്ലപ്പെടണം, അങ്ങനെ പറ്റില്ല, അങ്ങനെ കോടതിക്ക് അനുവാദമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ താഴെ വാക്യത്തിൽ പറയുന്നതിന് പോലെ വധിക്കപ്പെട്ട അവകാശം മാപ്പ് ചെയ്യുന്ന പക്ഷെ ഘാതകന് അവർക്ക് പ്രായശ്ചിത്തം നൽകേണ്ടതുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാല്, മാപ്പില് മാത്രം അത് തീർക്കല്ല, പിന്നെ മറിച്ച് അതിന് നഷ്ടപരിഹാരം എന്നുള്ള ഇതിലേക്ക് കൂടി അതിനെ കാണണം, അത് കൊടുക്കണം, എന്നാലേ അത് പൂർത്തിയാവുകയുള്ളൂ. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ മാറൂഫ്, മാന്യമായ രീതിയിൽ അത് കൊടുക്കണം. എന്താ പറയാ, ഇവിടെ പ്രായശ്ചിത്തത്തിന് അവൻ ഉഫിയലഹു മിൻ അഖീഹി ശൈഉൻ ഫത്തിബഉൻ ബിൽ മാറൂഫ്, മാന്യമായ രീതിയിലാണ് അതിനെ കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഇലൈഹി ബിൽ ഇഹ്സാൻ, അതായത് നിങ്ങൾ ആ മാന്യമായ ആ ഒരു പൈസ നിശ്ചയിച്ചു കഴിഞ്ഞാല് നല്ല നിലയിൽ അത് കൊടുത്തു വീട്ടണം. അപ്പൊ അങ്ങനെ കൊടുത്തു വീട്ടുന്ന ആ ഒരു രീതിയിൽ സ്വീകരിക്കുക എന്ന് പറയാൻ കാരണം, അന്നത്തെ കാലത്ത് കൊടുത്തു വീട്ടുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 ഒട്ടകമാണെങ്കിൽ കേടുപാടുകളുള്ള വയസ്സമായ ഒട്ടകങ്ങൾ കൊടുത്തിട്ട് അതിന് പിഴടക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള അപ്പൊ അതെന്താണ്, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, കൊടുത്തു വീട്ടുമ്പോ ഒട്ടും നല്ല നിലയിലല്ലാതെ തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട്, ഇപ്പൊ പൈസ ആകുമ്പോ അത് പ്രശ്നമല്ല, അന്നത്തെ കാലത്ത് ഇങ്ങനെ സാധനങ്ങളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഒട്ടകം അല്ലെ, കുതിര, അതുപോലെയുള്ള സാധനങ്ങളാണ് അന്ന് ഭയങ്കര വിലപ്പെട്ട സാധനങ്ങളായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ തെരഞ്ഞെടുത്ത് കൊടുക്കുന്നതിന്റെ അർത്ഥം എന്താ, ഈ ഘാതകന്റെ ആള്, അതായത് വധിക്കപ്പെട്ട ആളുടെ കുടുംബം നമുക്കൊരു ദയ ചെയ്തതിനെ ഒരുതരം എന്താ പറയാ, ആ ഔദാര്യത്തിന് നന്ദികേട് കാണിക്കുന്ന പോലെയാണ് പിന്നെ ഈ അവകാശികൾ പിഴ ഇതാക്കിയിട്ട് അത് മര്യാദക്ക് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അവസാനം പറഞ്ഞ ഫമനി തദാന്ന് പറഞ്ഞില്ലേ, ഇനി ആരെങ്കിലും ഇത് ലംഘിച്ചു കഴിഞ്ഞാൽ ഫമനി തദാ ബാദാലിക ഫലഹു അദാബുൻ അലി, ആരെങ്കിലും അത് ലംഘിച്ചാൽ, അതായത് ഇനിയിപ്പോ ഒരാൾ പിഴ വാങ്ങി, വധിക്കപ്പെട്ടവന്റെ ആള് കുടുംബക്കാര് ഈ കൊന്ന ആളെടുക്കുന്നത് വലിയൊരു തുക വാങ്ങി വിചാരിക്കുക, എന്നിട്ട് ഇവര് പറയാണ്, ഇവിടെ അതിക്രമം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് പിഴ വസൂലാക്കിയതിന് ശേഷം വീണ്ടും പ്രതികാരത്തിന് ശ്രമിക്കുക.
മനസ്സിലായില്ലേ? വീണ്ടും അതായത് ഒരു പിഴ നിശ്ചയിച്ചു, ആ പിഴ കൊടുത്തു, വാങ്ങി. എന്നിട്ട് പിന്നെ ഈ കൊല്ലപ്പെട്ടവന്റെ ആളുകൾ പറയാണ് ഞങ്ങൾക്ക് പ്രതികാരം ചെയ്യണം, അത് ഞങ്ങൾക്ക് മതിയായിട്ടില്ല, ഞങ്ങൾക്കത് മനസ്സിൽ ഇതായിട്ടില്ല, എന്തായാലും അദ്ദേഹത്തെ കൊല്ലും വേണം എന്നുള്ള വീണ്ടും പല രീതിയിലുള്ള പ്രതികാരത്തിന് മുതിരുന്ന പക്ഷം അത് അതിക്രമമാണ്. അതുപോലെ തന്നെ പിഴ അടക്കുന്ന കാര്യത്തിലും ഈ വ്യക്തി എന്താ മാപ്പ് ചെയ്യപ്പെട്ട ഈ വ്യക്തി വൈമനസ്യം കാണിച്ച് അതിന്റെ മോചനം നേടി പിന്നെ പിഴ അടക്കാതെ വൈമനസ്യം കാണിച്ചു കൊണ്ട് ചെയ്യുന്നതും രണ്ട് ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള അതിക്രമം ഉണ്ടായി കഴിഞ്ഞാൽ അത് അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് അവസാനത്തായത് വലക്കും ഫിൽ ഖിസാസി ഹയാത്തു യാ ഉലിൽ അൽബാബി ലഅല്ലക്കും തത്തഖൂൻ. ബുദ്ധിയും ബോധവും ഉള്ളവരെ, പ്രതിക്രിയാ നിയമത്തിൽ നിങ്ങൾക്ക് ജീവിതമാണുള്ളത്, ഈ നിയമത്തിന്റെ ലംഘനം നിങ്ങൾ സൂക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ. അതായത് വലക്കും ആൻഡ് ലക്കും നിങ്ങൾക്ക്, ഫി ഇൽ അൽ ഖിസാസ് പ്രതിക്രിയാ നിയമം എന്താണുള്ളത്, ഫിൽ ഖിസാസിൽ എന്താണുള്ളത്, ഹയാത്താണുള്ളത്. ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം. യാ ഉലിൽ അൽബാബ്, യാ ഏയ് ഉലിൽ അൽബാബ്, അൽബാബ് എന്ന് പറഞ്ഞ ബുദ്ധി, യാ എന്ന് പറഞ്ഞ ഉലി എന്ന് പറഞ്ഞ ഹാവിങ്, ഉള്ള എന്നുള്ള അർത്ഥം. യാ ഉലിൽ അൽബാബ്, അൽബാബുള്ള ആളുകളെ, നിങ്ങൾക്ക് ഈ പ്രതിക്രിയാ നിയമത്തിൽ ജീവിതമാണുള്ളത്, ഹയാത്താണുള്ളത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് ഭക്തിയുള്ളവരാകാൻ, നിങ്ങൾ സൂക്ഷിക്കുന്നവരാകാൻ ഇതാ നല്ലത്. ഇവിടെ എന്തുകൊണ്ടാണ് ഒറ്റ വാക്കിൽ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് ജീവിതം ഉണ്ട് എന്ന് പറയുന്നത്, ഈ നിയമത്തിൽ ജീവിതം ഉണ്ട് എന്നുള്ള പറയുന്നു, ഹയാത്തുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജാഹ്ലിയ കാല സമ്പ്രദായത്തിന്റെ ഒരു ഖണ്ഡനം കൂടിയാണ് ഈ ഒരായത്ത്. നിങ്ങൾക്ക് ജീവിതമാണ് ഉള്ളത് എന്ന് പറയാൻ കാരണം മുമ്പെന്ന പോലെ ഇന്നും എത്രയോ മസ്തിഷ്കങ്ങൾ സ്ഥലം പിടിച്ച, അതായത് ജാഹ്ലിയാക്കളിൽ ഒരു വിഭാഗം പ്രതികാര നടപടിയിൽ അതിര് കവിഞ്ഞിരുന്നത് പോലെ മറ്റൊരു വിഭാഗം വിട്ടുവീഴ്ചയുടെ വശത്തിലും അതിര് കവിഞ്ഞു. ഞാൻ പറഞ്ഞത് ചില അന്ന് ഉള്ള ഗോത്രങ്ങളുടെ ഒരു നിലപാട് എന്തായിരുന്നു, ഭയങ്കരമായിട്ട് പ്രതികാരം ചെയ്യും. ഒരാൾ മരിച്ചു കഴിഞ്ഞാല് അപ്പുറത്തെ ഗോത്രത്തിൽ 100 ആളെ കൊല്ലുക. ഇതുപോലെ പ്രതികാരം എടുക്കുന്നതിൽ ഭയങ്കരമായിട്ട് അതിര് കവിഞ്ഞു. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ വിട്ടുവീഴ്ചയുടെ കാര്യത്തിലും അതിര് കവിഞ്ഞു. അതായത് അവർ വധശിക്ഷക്കെതിരായി നടത്തിയ പ്രചാരവേലയുടെ ഫലമായി വെറുക്കപ്പെടേണ്ട ഒരു ദുഷ്കൃത്യമാണെന്ന് വളരെ പെരുതിരിച്ചു. അതായത് ഒരാളെ കൊന്നതിന് പകരം മറ്റൊരാളെ കൊല്ലുക എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു മനുഷ്യനെ എങ്ങനെയാ നമ്മൾ കൊല്ലുക? അതായത് വിട്ടുവീഴ്ച അങ്ങേ അറ്റായിട്ട് ആ കൊല ചെയ്യപ്പെട്ട വ്യക്തിക്ക് യാതൊരു നീതിയും കിട്ടാത്ത അവസ്ഥയിൽ കൊന്ന ആളിങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കുക, മറ്റുള്ളൊരു കോടതിയുടെ ഒക്കെ വിട്ടുവീഴ്ച കൊണ്ട് കൊന്ന ആൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല, അത്രയും വിട്ടുവീഴ്ച. അപ്പോ ഒരാളെ തിരിച്ച് കൊന്നവനെ കൊല്ലുക എന്നുള്ളത്, അതായത് ഘാതകൻ കൊന്ന ആളെ കൊല എന്ന ശിക്ഷ അയാൾക്ക് കൊടുക്കുന്നത് എന്തോ മനസ്സിനൊരു ബുദ്ധിമുട്ട്. ഇപ്പൊ ലോകത്ത് എത്രയോ രാഷ്ട്രങ്ങൾ വധശിക്ഷാ നിയമം റദ്ദ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മളെ നാട്ടിലൊക്കെ കൊല്ലപ്പെട്ട എത്രയോ ആളുകളുണ്ട്. പക്ഷെ വധശിക്ഷ ഇല്ലാത്തത് കൊണ്ട് ഈ കൊന്ന ആളുകൾ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് അല്ലെ. അതിനെക്കുറിച്ചാണ് ബുദ്ധി വിവേകവും ഉള്ളവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹ് പറയാണ് ഖുറാനില്, പ്രതിക്രിയാ നിയമത്തിൽ സമൂഹത്തിന്റെ ജീവിതമാണ് നിലകൊള്ളുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ജീവിതം ഉണ്ട് എന്ന് പറയുന്നത്? മനുഷ്യജീവനെ മാനിക്കാത്തവരുടെ ജീവനെ മാനിക്കുന്ന സമൂഹം തങ്ങളുടെ മടിത്തട്ടിൽ സർപ്പത്തെ വളർത്തുകയാണ്. ഒരു ഘാതകന്റെ ജീവനെ രക്ഷിച്ചുകൊണ്ട് എത്രയോ നിരപരാധികളുടെ ജീവൻ അപകടത്തിലാക്കുകയാണ് അവർ. അതായത് മനസ്സിലാക്കേണ്ട വിഷയം, ഒരു ഘാതകൻ സമൂഹത്തിൽ സ്വതന്ത്രമായി നടക്കുമ്പോൾ ഒരുപാട് നിരപരാധികളായ സാധാരണ മനുഷ്യർ പേടിച്ച് ജീവിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോ നമുക്കറിയാം നമ്മളെ നാട്ടിലൊക്കെ സൗമ്യ വധക്കേസിലൊക്കെ ഉള്ള ആ ഗോവിന്ദച്ചാമിയൊക്കെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും സുഖമായിട്ട് രാഷ്ട്രീയപരമായിട്ടൊക്കെ അവര് അത്രയും സുഖിച്ച് ജയിലിലൊക്കെ വളരെ സുഖജീവിതം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പോ അതൊക്കെ വളരെ തെളിഞ്ഞ ഒരു പിന്നെ കേസാണ് അല്ലേ. കൊല്ലപ്പെടേണ്ട, പക്ഷെ കൊന്നിട്ടില്ല, ഇപ്പോഴും ജീവിച്ചു. അപ്പൊ ഇപ്പോ അദ്ദേഹം പുറത്തിറങ്ങാന്ന് പറയുമ്പോ തന്നെ നമുക്കൊക്കെ പേടിയാണ്. അദ്ദേഹം ഉള്ള ഒരു സ്ഥലത്ത് എത്താല് അങ്ങനെയുള്ള ട്രെയിനുകൾ പോവാന് ഒക്കെ പേടി. എന്താ സാധാരണ ജനങ്ങൾ പേടിച്ച് ജീവിക്കണ അവസ്ഥ എന്താ? ഇങ്ങനെയുള്ള ആളുകള്, മറ്റുള്ളവരെ കൊല്ലുന്ന ആളുകൾ സുഖമായിട്ട് ജീവിക്കുകയാണ് സമൂഹത്തില്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ അതാ പറഞ്ഞ അള്ള പറയണ എന്താ വെച്ചാല്, നിങ്ങളുടെ ഈ പ്രതിക്രിയാ നിയമത്തിൽ നിങ്ങൾക്ക് ജീവിതം ഉണ്ട് എന്ന് പറയാൻ കാരണം, ഇങ്ങനെ കൊല്ലപ്പെടുന്ന ഘാതകർ, സമൂഹത്തിലെ മറ്റുള്ളവരെ കൊല്ലുന്ന ഘാതകർ കൊല്ലപ്പെടുന്നത് സമൂഹം കാണുന്ന പക്ഷം പിന്നെ ഒരു കൊല ചെയ്യാൻ ആൾക്കാർക്ക് പേടിയാവും. നോക്ക്, അയാള് മറ്റാളെ കൊന്നത് കൊണ്ട് അയാൾക്ക് കൊല എന്ന ശിക്ഷ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഒരാളും ആ ഒരു തെറ്റ് ചെയ്യരുത് എന്ന് സമൂഹം മൊത്തം അവർക്കൊരു പാഠാണ്.
വധശിക്ഷ എന്ന് പറയുന്നത്. അപ്പൊ അത്രക്കും അങ്ങനെ ആവുമ്പോഴാണ് പിന്നീട് ഒരു കൊല ആ സമൂഹത്തിൽ നടക്കാതിരിക്കുള്ളൂ. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് പറയാ ഈ രാഷ്ട്രീയത്തിൽ ഒരു ഇത്തിരി ഹോൾഡ് ഉള്ള ആളുകൾക്ക് എന്തും ചെയ്യാം. എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവനൊക്കെ വലിച്ചു കീറപ്പെട്ട് കൊന്ന് തള്ളി ബലാത്സംഗം ചെയ്താലും നീതി കിട്ടാതെ ഒരുപാട് ഉമ്മമാര് ല്ലേ? ഇപ്പൊ കുറെ മക്കള് കാണാതാവുന്നു. കുറെ ആളുകളില്ലേ നജീബ് എന്നുള്ള പോലെ അങ്ങനെ കുറെ ജയിലില് എത്രയോ ആളുകള് പിന്നെ വിചാരണ ചെയ്യാതെ വർഷങ്ങളോളം കിടക്കേണ്ടി വരുന്നു. പിന്നെ സ്വന്തം മക്കളെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ട് കൊന്നിട്ട് എവിടെ ഇട്ടാലും നീതി കിട്ടാതെ അലയുന്ന ഉമ്മമാര് പോലീസ് സ്റ്റേഷനിലൊക്കെ കരഞ്ഞ് അവരെ നീതി കിട്ടാൻ വേണ്ടിയിട്ടാ കരയുന്നത്. ഘാതകനെ കണ്ടുപിടിച്ച് കൊന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവർക്ക് അതിനൊരു സമാധാനം കിട്ടും. അപ്പൊ അതുപോലും ഇല്ലാതെ നടക്കുക. അപ്പൊ സമൂഹത്തില് ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ സുഖമായി ജീവിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഇനിയും കൊല്ലാനുള്ളൊരു ടെൻഡൻസി വരും. കാരണം ഒരു പ്രശ്നത്തിൽ വരുമ്പോൾ കൊണ്ട് കൊല്ലുക. ഇപ്പൊ ഒക്കെ അങ്ങനെ തന്നെ വരുന്നത്. കഴുത്തറുത്ത് കൊന്നു. അച്ഛന്റെ കഴുത്ത് അല്ലെ ഉമ്മ കഴിഞ്ഞ ആഴ്ച ഒരു ന്യൂസ് കണ്ടത് ഉമ്മനെ മോൻ കഴുത്തറുത്ത് കൊന്നു. ഇതുപോലെയുള്ള കൊല ഒരുപാട് നടക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പിന്നെ സാധാരണ നമ്മളെ നാട്ടിലൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഇപ്പം നമ്മുടെ മക്കള് മരിച്ചു കഴിഞ്ഞാല് നമ്മള് ന്യൂസിലൊക്കെ വരാറുണ്ട്. ഉമ്മമാര് പറയുന്നത് ഇങ്ങനൊരവസ്ഥ ഇനി ആർക്കും വരരുത് എന്നാണ് ആ ഒരു ഉമ്മമാര് പറയുന്നത് അധികം നമ്മൾ കേൾക്കാറില്ലേ. എന്റെ ഈ അവസ്ഥ, അതായത് എന്റെ മോൻ ഒരാൾ കൊന്നു, അപ്പൊ ആ ഒരു അവസ്ഥ, എന്റെ മോന്റെ ജീവൻ എന്തായാലും പോയി, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ മോന്റെ അവസ്ഥ ഇനി ഒരാൾക്ക് വരരുത് എന്നാണ് എനിക്കുള്ള ഒരു ആഗ്രഹം. ഇനി അത് എനിക്ക് സാധിച്ചു തരണമെങ്കിൽ എന്താ, ഇവന്റെ ഘാതകനെ കൊന്നിട്ട്, അതായത് ഘാതകനെ നിങ്ങൾ കണ്ടുപിടിക്കണം, കോടതിക്ക് മുന്നിൽ കൊണ്ടുവരണം, എന്നിട്ട് എനിക്ക് നീതി കിട്ടണം, എന്നിട്ട് അവനെ കൊന്നു കഴിഞ്ഞാലാണ് ഈ ഒരു വ്യക്തിക്ക് നീതി കിട്ടല്ലേ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അതാ പറയുന്നത്, ഈ ഖുറാൻ പറയുന്ന ഈ ഒരു നിയമം ഒറ്റ കണ്ണിൽ നോക്കുമ്പോ പല ആളുകളും പറയുന്നത് ഇതെങ്ങനെയാണ് ഇത് ശരിയാവുക, ഒരു ജീവൻ ഒരാളെ കൊല്ലുക. അപ്പൊ ചില ഇതില് തഫ്സീറിൽ പറയുന്നത്, ചില ആളുകൾ പറയുന്നത് പണ്ട് അത് അത്തരത്തിലുള്ള ആളുകൾ കൊല്ലുന്നത് മാനസിക വിഭ്രാന്തി കൊണ്ടാണ് എന്നുള്ളതാണ്. മാനസികമായിട്ടാണ് പലപ്പോഴും പല ആളുകളും മറ്റുള്ളവരെ കൊല്ലുന്നത് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അവരെ ചികിത്സാ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയിട്ട് ചികിത്സിച്ചാ മതി എന്ന് പറഞ്ഞിട്ട് അവരെ വധശിക്ഷയെ വെറുക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ എല്ലാവർക്കും പറയാനത് ഞാൻ മാനസിക വിഭ്രാന്തിയിലായിരുന്നു അവനെ കൊല്ലുമ്പോൾ. അപ്പൊ പല പല കേസുകളിലും കേൾക്കാം അദ്ദേഹം പിടിക്കപ്പെട്ടു കൊന്നവൻ അവൻ മാനസിക വിഭ്രാന്തിയിലാണ്, അവന് മാനസിക ഉണ്ട് എന്നാണ് അവസാനം വിലയിരുത്തൽ അല്ലെ. എന്നിട്ട് അവനെ വെറുതെ വിടുന്നു. എത്രയോ കണ്ടിട്ടുണ്ട്, എത്രയോ കേസുകൾ അങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, അപ്പൊ മറ്റുള്ളവർക്കും ഇതുപോലെ കൊല്ലാനും കൊന്നിട്ട് മാനസിക എന്ന് പറയാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പൊ ഈ ഖുറാനിന്റെ ഈ